കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിമുക്ത ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ബോധവൽക്കരണ റാലി, ബോധവൽക്കരണ ക്ലാസ് എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ. കോട്ടപ്പടി പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അബ്ദുൽ കരീം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലഹരി വിമുക്ത ദിനാചരണത്തിന്റെ ഭാഗമായി കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യശാസ്ത്ര ക്ലബിൻ്റെയും SPC യൂണിറ്റിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. SPC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ടൗണിൽ ബോധവൽക്കരണ റാലി നടന്നു. കോട്ടപ്പടി പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അബ്ദുൽ കരീം ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ക്ലാസ് നയിച്ചു. കണ്ണൂരിൽ വെച്ച് നമ്മുടെ മീഡിയയ്ക്ക് മുമ്പിൽ വന്നുകൊണ്ട് അതിന്റെ മാതാപിതാക്കളൊക്കെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കഥയാണ്. 9ാം ക്ലാസ് വിദ്യാർത്ഥിനി മാരകമായ ഈ MDMA എന്ന് പറയുന്ന മാരക ലഹരി വസ്തുവിന് അടിമപ്പെട്ടു. അതെങ്ങനെയാണ് അവർ പറയുന്നത്? 1ാം ക്ലാസ്സുകാരി അതേ ക്ലാസ്സിൽ തന്നെയുള്ള 9ാം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന മറ്റൊരു പയ്യൻ ലഹരിക്ക് സാവധാനം അടിമപ്പെടുത്തിയെന്നാണ്. ലഹരിക്കെതിരായ നിയമ നടപടികൾ, കൗമാരപ്രായത്തിൽ ശരിയായ ജീവിത മൂല്യങ്ങൾ വളർത്തിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകത എന്നിവ സംബന്ധിച്ചായിരുന്നു ക്ലാസ്. ലഹരി വിമുക്ത ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂളിൽ നടത്തിയ ക്വിസ്, പ്രസംഗം, പോസ്റ്റർ രചന മത്സരങ്ങളിൽ വിജയികളായ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. യോഗത്തിൽ സ്കൂൾ മാനേജർ ലാൽ വർഗീസ് അധ്യക്ഷനായി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ബിന്ദു വർഗീസ്, അധ്യാപകരായ മിനി KA, സിനി V ഏലിയാസ്, എൽദോസ് MA എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.